ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലെ കൽപ്പനി എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ്. ഇവിടെ നമ്മുടെ കൺസൾട്ടേഷൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ 3-4 ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 5-ാമത്തെ ദിവസമാണ്. രാവിലെ 7 മണി സമയത്ത് ഇവിടെ വന്നു. ഇവിടെ ചെറിയ എന്ന് പറയുന്ന ഒരു ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ ആൾതാമസമൊന്നുമില്ല, പക്ഷേ നമുക്കൊരു ദിവസം പോയിട്ട് റിലാക്സ് ചെയ്ത് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഫുഡും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങളെ ഈ ക്യാമ്പും കൺസൾട്ടേഷൻസും ഒക്കെ അറേഞ്ച് ചെയ്ത ക്ലബ്ബുകാർ തന്നെയാണ്, KBCC എന്ന് പറഞ്ഞ ക്ലബ്ബുകാർ തന്നെയാണ് നമുക്ക് ഇതൊരു ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അപ്പം അവരുടെ കൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബോട്ടിൽ കയറി ചെറിയ എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോവും. അവിടെ പിന്നെ കലാപരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഓക്കെ, ഓരോന്നോരോന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ ബോട്ടിലായിരുന്നു പോകേണ്ടത്, ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഈ ബോട്ട് വന്നു. ഇതിപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്താണ് കയറി പോകുന്നത്. ഞാൻ ഐശ്വര്യമായിട്ട് കയറാൻ പോകണം. ബോട്ടിനെ കെട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ബോട്ടിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടത്. ഇവിടെ കടലിൻ്റെ അടി വരെ കാണാം. അങ്ങനെ ഞങ്ങൾ ചെറിയ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് വന്നു. ആൾതാമസമില്ലാത്ത സ്ഥലമാണ്, ആരുമില്ല. അപ്പം ഈ ചെറിയ തോണിയിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അടുത്ത പ്രാവശ്യം ഞാൻ പോവുകയാണ്. ആ ബോട്ടിലാണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പണ്ടെങ്ങാണ് താമസമുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെ ഇവിടെ ആരുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറണ്ടില്ല ഒന്ന്,
പിന്നെ കൃഷിയോ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. സാധനം കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ടൊരു കട പോലും ഇല്ല. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഇവിടെ ആരുമില്ല. എന്നാൽ പണ്ട് എന്തോ താമസിച്ചതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ഇത് നടന്നു പോകും ഇങ്ങനെ. ജീവനുണ്ട്. ശരി ഇറങ്ങി വരും. ആഹാ, കഴിക്കും ആൾക്കാർ. ഇത് കഴിക്കുമോ? ഇതിന്റെ വലുത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണോ? ഇതിന്റെ ഉള്ളിൽ. എന്നിട്ട് ഇത് വേറെ പോവോ? ഇത് നമ്മൾ എടുത്തിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു ഏര പോലത്തെ സാധനം ഉണ്ട്. അതെടുത്തിട്ട് ചൂണ്ട കുളത്തി ഇട്ടാൽ മീൻ കിട്ടും. അത് കൊള്ളാം. അങ്ങനത്തെ നല്ല രസമാണ്. ഈ ദ്വീപിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞങ്ങളാകെ വന്ന ഒരു 10-15 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇവിടെ ഇല്ല. വെറുതെ ഇങ്ങനെ ഇരുന്ന് പെരയെ എണ്ണി പാട്ടുപാടി റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആരെങ്കിലും വരുവാണെങ്കിൽ ചെറിയ ദ്വീപിലേക്കൊന്ന് വരണേ. കൽപ്പനയുടെ അടുത്താണ്. അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ ബോട്ടിൽ വരാനുള്ളതേ ഉള്ളൂ. അടിപൊളി സ്ഥലമാണ്. പിന്നെ ആകെ ഒരു ആശ്വാസം ഈ കടലാണ്. ഈ കടലിനകത്ത് കുറച്ച് എന്താ പറയുക, മീൻ വരുമെന്നുള്ളൊരു വിശ്വാസം, അത് പിടിക്കുമെന്നുള്ളൊരു വിശ്വാസം, അത് പിടിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വല ഇവിടെ റെഡിയാണ്. മീൻ അവിടെ കുറച്ചൊക്കെ തുള്ളിച്ചാടുന്നുണ്ട്. ആ അതെ, അവിടെ കുറച്ച് മീനുകളൊക്കെ ചാടുന്നുണ്ട്. നമുക്ക് വേണ്ടി ചാടുന്നതാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാണ്. നോക്കാം ഉച്ചയ്ക്ക് ഇനി മീൻ പിടിച്ചേച്ച് ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് തുള്ളലെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ തുള്ളലെന്ന് പറയും. തുള്ളല്. ഇത് കരിക്കല്ലേ? കരിക്കലാണ് തുള്ളൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് വന്നേച്ച് നമ്മുടെ അൻവറാണ് ഓടിക്കേറി ഈ തെങ്ങ് കയറിയിട്ട് ഈ കരിക്കിട്ട് തന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ വന്നിട്ട് ദ്വീപിൽ വന്ന് കുടിക്കുന്നിടമാണ് കരിക്ക്. ഇവിടെ വളമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല, വളമെടുത്തില്ല. ഒരു വളമില്ല. അടിപൊളി, നല്ല ടേസ്റ്റ്. താങ്ക് യു. ഇതിവിടെ ഈ കടലിൽ നിന്ന് മീൻ പിടിച്ച് ഇത്രയും കിട്ടിയോ? ശരി, ഇതാണ് ചൂണ്ട അല്ലേ? ചൂണ്ടയുടെ വള്ളി. അപ്പോൾ ഇതിനകത്ത് ഇനിയും സൈഡിലേക്ക് ഇനിയും പിടിപ്പിക്കുമോ? ഇത് കെട്ടാൻ ഒരു ട്രിക്കോ? അങ്ങനെ ഇങ്ങനെ ഒരു ട്രിക്കുണ്ട് കെട്ടാൻ. അങ്ങനെ കിട്ടുന്നത് അല്ലേ? ഇങ്ങനെ കറക്കിയാണ് ചൂണ്ട ഇടുന്നത്. അത് ചൂണ്ടയിടുവാണോ? നമ്മൾ ഈ കടലിൽ എങ്ങനെ ചൂണ്ടയിടുന്നുള്ളത് നോക്കാം. ഇങ്ങനെയാണ് കടലിൽ ചൂണ്ടയിടുന്നത്. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരും. ഇത്ര പെട്ടെന്ന് കിട്ടുമല്ലേ? ദേ വരുന്നു. അത്യാവശ്യം വലുതുണ്ടല്ലോ. ഹായ്, ഇതേത് മീനാ? ഇത്ര 5 സെക്കൻഡ് 10 സെക്കൻഡിലൊക്കെ മീൻ പിടിക്കാൻ പറ്റുമോ? അത് കൊള്ളാം. ഏതാണാവോ മീന്? കണ്ട, ഒരു 10 സെക്കൻഡ് കൊണ്ട് പിടിച്ച മീനായത്. സിമ്പിൾ. ഇത് വേറെ ചൂണ്ടയാ? ഇത് ചൂണ്ട തന്നെയല്ലേ? ഇങ്ങനെ നീട്ടി ഒക്കെ ഉണ്ടാവും അല്ലേ? ശരി. അത്രേ ഉള്ളൂ. ഇതാണ് മീൻ. തേങ്ങ തിരുമ്മി വെച്ച് സവോള. ഈ സവോള കൊച്ചിന്ന് കൊണ്ടുവരുന്നല്ലേ? ഇവിടെ ഇല്ലല്ലോ. ഇതെന്തത്?
ചോറുണ്ടാക്കൂടാ. ചോറ് അരി കഴിക്കും. എവിടെയാ കത്തിച്ച്? അടുപ്പൊക്കെ എവിടെയാ? ആ അവിടെ ഉണ്ടോ? ഓക്കെ. ഞാനിവിടെ ഒരു കുഴി കുഴിച്ച് വെച്ചേ മണലിനകത്തെങ്കിലും മുങ്ങിക്കടന്നാലോ എന്ന് ആലോചിക്കാം. അതൊരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ്. നമുക്കൊരു മസിൽ കംപ്രഷൻ കിട്ടും, സർക്കുലേഷൻ നല്ലതാണ്, പിന്നെ ഒരു തണുപ്പ് സംഭവമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നെ കുഴിച്ചു മൂടാൻ കുഴിയെടുക്കുന്നു. അത് ശരി. അത് കൊള്ളാലോ പരിപാടി. അപ്പം അങ്ങനെ ഞാൻ ഈ മണ്ണിൽ കിടക്കാൻ പോവാണ്. കത്തോളനെ പുള്ളിടാ. ആ ആർക്ക് പൈസ എന്തോ മണ്ണ് ഈ കഴുത്തിന് ഇവിടെ ഒന്ന് വലിച്ച് ഒന്ന് താന്ന് കിടക്കും ചെറുതായിട്ട്. ആ മതി മതി. ആയി നല്ല രസമുണ്ട്. ഇല്ല ഇല്ല. ശരിക്കും കൊള്ളാം കേട്ടോ. ഉറങ്ങാൻ തോന്നും. ഞാൻ മയ്യത്തെ തെറാപ്പിതും പറയാം. ഇത് മഡ് തെറാപ്പി. മഡ് തെറാപ്പി. ഇവിടെ എണ്ണയില്ലാതെ മീൻ ചുടുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് അരപ്പില്ലാതെ ഉണ്ട്. ഓ നല്ല ചൂടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. എടുത്ത മീൻ എണ്ണ വേണ്ട. അത് നല്ലതല്ലേ. കൊള്ളാം കേട്ടോ. നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ്. മീൻ കഴിച്ച് കഴിച്ച് മടുക്കും. അന്നപ്പോ തൊട്ട് തുടങ്ങിയത്. അതെ ഫ്രീസറിൽ ഇടണ്ട, പിടിക്കാൻ കഴിക്കാം. അതെ അമോണിയ ഇടണ്ട. സൂപ്പർ.